ഹലോ. എക്സിറ്റ് പോൾ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. എക്സിറ്റ് പോൾ റിസൾട്ട് പ്രകാരം തമിഴ്നാട് ഇലക്ഷനാണ്, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ, സോ എക്സിറ്റ് പോൾ റിസൾട്ട് പ്രകാരം അടുത്ത ഭരണം DMKക്കാണ്. ഇനി അടുത്ത 5 വർഷം കൂടി DMKനെ നമ്മൾ സഹിക്കണോ എന്നുള്ള രീതിയിലുള്ള കുറേ ട്രോള് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് വേറൊരാളും കൂടി CM ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് പ്രകാരം 5 എക്സിറ്റ് പോൾ പറയുന്നത് DMK ആണ് വരാൻ പോകുന്നു എന്നൊരു പ്രഡിക്ഷനാണ്. ADMK വരുമെന്ന് 2 എക്സിറ്റ് പോൾ പറഞ്ഞിരുന്നു. ഇന്ത്യ ടുഡേ മാത്രമാണ് TVK വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞത്. തമിഴ്നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 234 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. ഈ 234 മണ്ഡലങ്ങളിൽ മെജോറിറ്റി, അതായത് നമുക്ക് ജയിക്കാൻ വേണ്ട സീറ്റ്സ് എന്ന് പറയുന്നത് 118 ആണ്. ഈ 118 സീറ്റ് ആരാണോ നേടുന്നത് അവർക്ക് CM ആയിട്ട് അടുത്ത ഭരണമൊക്കെ ഭരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ 118 സീറ്റ് ഈ 3 പേർക്കും എടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ 4 പേരുണ്ട്, പക്ഷെ ഒരാളെ നമ്മളെന്തായാലും എടുക്കുന്നില്ല. സോ NTK ആണ് എടുക്കാത്തത് കേട്ടോ, പ്രത്യേകം വേണമെങ്കിൽ പറയാം. സോ നമ്മൾ ഈ 118 സീറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, 3 പേർക്കും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗവർണർ ആയിരിക്കും അടുത്ത തീരുമാനം എടുക്കുക. പുള്ളിക്കാരൻ പറയും ഏറ്റവും കൂടുതൽ മെജോറിറ്റി സീറ്റ്സ് ആർക്കാണോ കിട്ടിയത് അവരോട് പോയി പറയും, നിങ്ങൾക്ക് ഭരണം വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ കൂടെ ചേർന്നിട്ട് സഖ്യകക്ഷിയായിട്ട് കൂട്ടണി ഓർ അലയൻസ് എന്ത് വാട്ടെവർ ഇറ്റ് ഈസ് പോയി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന സീറ്റ്സും ഒക്കെ പാടെ കൂട്ടിയിട്ട് വേണമെങ്കിൽ ഭരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയും. സോ അവർക്ക് അതിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗവർണർ ചെയ്യുന്ന അടുത്ത കാര്യം, ആദ്യം കിട്ടിയിരിക്കുന്ന സീറ്റ്സ് ഉണ്ടാവുമല്ലോ അതിന് തൊട്ട് താഴെയുള്ള സീറ്റ്സ് കിട്ടിയിരിക്കുന്ന ആ പാർട്ടീനോട് പറയും അവർക്ക് പറ്റുന്നില്ല, സോ നിങ്ങൾ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ കൂടെ പോയിട്ട് കൂട്ടണി ലൈക്ക് അലയൻസ് അല്ലെങ്കിൽ സഖ്യകക്ഷിയായിട്ട് ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭരിക്കാനുള്ള 2 കൂടി കഴിഞ്ഞാൽ മെജോറിറ്റി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയും. ഈ 2 പേർക്കും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ടെമ്പററി ആയിട്ട് പ്രസിഡന്റ് ആയിരിക്കും തമിഴ്നാട് ഭരിക്കാൻ പോവുക. ഈ പ്രസിഡന്റ് റൂളിൽ എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ കച്ചറ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ റീഎലക്ഷൻ വരാനുള്ള സാധ്യതയുമുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ഒരു പാർട്ടിയിലുള്ള MLA വേറൊരു പാർട്ടിയുടെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 2 പാർട്ടികളും കൂട്ടണി ചേരാൻ നിൽക്കുന്ന സമയത്ത് ഒരു പാർട്ടിയുടെ MLA മറ്റൊരെണ്ണത്തിലേക്ക് പോവുകയാണെങ്കിൽ അയാൾ സ്വമേധയാ തീരുമാനമെടുത്താൽ മാത്രം പോരാ, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം തെറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഈ MLAക്ക് അങ്ങോട്ട് പോവാതെ 2 പേരും ചേർന്ന് എങ്ങനെ ഭരിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, അതിന് വഴിയുണ്ട്. അതായത് ഏത് പാർട്ടിക്കാണോ സഖ്യകക്ഷിന് ആവശ്യമുള്ളത് ആ പാർട്ടിയിലെ MLAs 3/2 ഭാഗവും ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി എന്നാണെന്നുണ്ടെങ്കിൽ 2 പേർക്കും ചേർന്ന് ഒരു ടീമായിട്ട് ഭരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. റീസെൻ്റ് ആയിട്ട് നമ്മുടെ ആം ആദ്മി പാർട്ടിയിൽ നിന്നുണ്ടായിരുന്ന MPs BJPയിൽ ചേർന്നതും സെയിം റൂൾ പ്രകാരമാണ്, ഇതേ റൂൾ പ്രകാരമാണ് അവരും ചേഞ്ച് ആയത്. സോ ഇതേപോലെ ഇതിലും ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഇതിൽ സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഫോർ എക്സാമ്പിൾ എടപ്പാടിയിൽ TVKൻ്റെ ഒരു കാൻഡിഡേറ്റ് മത്സരിക്കാൻ നിന്നുണ്ടായിരുന്നു. ബട്ട് TVK കാൻഡിഡേറ്റിന് അവിടെ റിജക്ഷൻ കിട്ടി. അപ്പോൾ വിജയ് അദ്ദേഹത്തെ സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിപ്പിക്കാൻ ട്രൈ ചെയ്തു. ആൾ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. ഇനി ഇലക്ഷൻ റിസൾട്ടിൽ ആൾ ശരിക്കും MLA ആയി കഴിഞ്ഞതിന് ശേഷം TVKൻ്റെ കൂടെ ചേരണം എന്ന് വിചാരിച്ചാൽ ആൾക്ക് ചേരാൻ പറ്റത്തില്ല. അതുമല്ലാതെ അങ്ങേര് ചേരാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം തെറ്റാണ്, ഡിസ്ക്വാളിഫൈ ആകാനുള്ള ചാൻസ് ഉണ്ട്. ആൾക്ക് MLA എന്നുള്ള ഒരു പോസ്റ്റ് തന്നെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി എല്ലാവരും കൺഫ്യൂഷൻ തീർക്കുന്ന ഒരു ഉത്തരത്തിലേക്കാണ്, സ്റ്റാലിൻ അല്ലാതെ വേറെ ആരെങ്കിലും CM ആവാനുള്ള ചാൻസ് ഉണ്ടോന്ന്. അതായത് എടപ്പാടിയാണോ വിജയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിജയ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് വിജയ്ക്ക് CM ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് ഇതെങ്ങനെ ഈ ചാൻസ് കിട്ടുക നോക്കണമെങ്കിൽ നേരെ ഇവിടെ നിന്ന് കർണാടക വരെ പോയി നോക്കാം. കർണാടകയിൽ 2018 അസംബ്ലി ഇലക്ഷൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം 224 സീറ്റ്സ് ആണുള്ളത്. അതിൽ BJP 2018 ഇലക്ഷനിൽ 104 സീറ്റ്സിൽ ജയിക്കുകയും ചെയ്തു. കോൺഗ്രസ് 78 സീറ്റിൽ ജയിച്ചു. ജനതാദളം 37 സീറ്റിലും ജയിച്ചു. അപ്പോൾ ഇതിൽ അവർക്ക് മെജോറിറ്റി CM ആവണമെന്നുണ്ടെങ്കിൽ 113 സീറ്റ്സ് വേണം. അപ്പോൾ കോൺഗ്രസും ജനതാദളും BJP വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ജനതാദളത്തിൻ്റെ കൂടെ സഖ്യകക്ഷിയായിട്ട് ചേർന്നിട്ട് മൊത്തം 115 സീറ്റ് അവർ ഒരുമിച്ച് നിന്ന് നേടി. അങ്ങനെ
സിമ്പിളായിട്ട് വെറും 38 സീറ്റ് എടുത്ത ജനതാദളത്തിൻ്റെ കുമാരസ്വാമി CM ആയിട്ട് മാറി. അതെങ്ങനെ കുമാരസ്വാമി ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ കൂടെ ചേരണമെന്നുണ്ടെങ്കിൽ, ഡിമാൻഡ് കോൺഗ്രസിൻ്റെ ആണ് എന്ന് കുമാരസ്വാമിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ചേരണമെന്നുണ്ടെങ്കിൽ എനിക്ക് CM പോസ്റ്റ് വേണമെന്നാൾ പറയുകയും ചെയ്തു. കോൺഗ്രസ് പിന്നെ വേറെ വഴിയില്ലല്ലോ, എന്തായാലും BJP തോൽപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ജനതാദളത്തിലെ കുമാരസ്വാമിക്ക് CM പോസ്റ്റ് തരാം എന്ന് പറഞ്ഞിട്ട് അവരോട് ചേർന്ന് 115 സീറ്റ് എടുത്തു. 113 നിന്ന് എക്സ്ട്രാ 2 സീറ്റ് എടുത്തിട്ട് കുമാരസ്വാമിനെ അന്ന് CM ഇലക്ഷനാക്കി. എന്തുകൊണ്ട് ഇത് തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചുകൂടാ? പറഞ്ഞുതരാം. ADMK കഴിഞ്ഞ ഇലക്ഷനിൽ 75 സീറ്റ്സ് എന്തുവാണ് നേടിയത്. ഇപ്രാവശ്യം DMK-നോടുള്ള എതിർപ്പ് കാരണം ഒരുപാട് പേര് ADMK-ക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു 10 സീറ്റ് കൂടി എന്ന് തന്നെ വിചാരിക്കും. അപ്പോൾ 75 + 10 85 സീറ്റ് ഇപ്രാവശ്യം ADMK-ന് കിട്ടും. വിജയൻ്റെ ഒരു അറൗണ്ട് 37 സീറ്റ്സ് എടുത്തു എന്ന് തന്നെ വിചാരിക്കുക. അപ്പം ഇവർ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ 122 സീറ്റ്സ് ആയിരിക്കും കിട്ടുക. നമുക്ക് ജയിക്കാൻ എത്ര വേണ്ടത്? 118 സീറ്റ്സ്. DMK ഒരു 110 ഓർ ആ ഒരു റേഞ്ചാണ് കിട്ടുക. അപ്പം മെജോറിറ്റി ഇവർ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DMK-ക്ക് 118 കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ചേരാനുള്ള സാധ്യതയുണ്ട്. കാരണം വിജയ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂട്ടണി ചേരാൻ അല്ലെങ്കിൽ സഖ്യകക്ഷികൾ ചേർത്താൻ ജയം കിട്ടിയതിന് ശേഷം തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സീറ്റ് നൽകാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ് പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കണം. സോ ഓപ്ഷൻ ഉണ്ട്, വിജയ്ക്ക് CM ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലെറ്റ്സ് വൈറ്റ്. എങ്ങനെ മാറി പറയണമെന്ന് ഒന്നില്ലെങ്കിൽ വിജയ് CM ആവും, അല്ലെങ്കിൽ DMK-ലേക്ക് വരും. ഇനി വിജയ് CM ആവണമെന്നുണ്ടെങ്കിൽ എന്തായാലും NDA സഖ്യം കൂട്ടിയെടുത്താൽ മാത്രമേ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് 118 സീറ്റ് നോട്ട് പോസിബിൾ.